കാർ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിനു മുന്നിൽ വന്നു നിന്നു. കാറിൽ കരുതിയിരുന്ന മുണ്ടെടുത്ത് ദേവൻ അരയിൽ ചുറ്റി. പാൻ്റ് അഴിച്ച് കാറിൽ തന്നെ വച്ചു. കാറിനുള്ളിൽ നിന്നിറങ്ങിയതും ശ്രീകോവിലിൽ നിന്നുള്ള മണിനാദവും വായുവിൽ നിറഞ്ഞു നിൽക്കുന്ന ചന്ദനത്തിരിയുടെ ഗന്ധവും അവന് വല്ലാതൊരു അസ്വാസ്ഥ്യമുണ്ടാക്കി. കാറിൽ വെച്ച് ധൃതിയിൽ ഉടുത്തതുകൊണ്ട് മുണ്ട് ശരിയായിരുന്നില്ല. കാറിൽ നിന്നിറങ്ങി ചുറ്റുമൊന്ന് നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ അതൊന്നുകൂടി ശരിയായി ഉടുത്തു. ക്ഷേത്രനടയിലെത്തിയപ്പോൾ ദേവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. വർഷങ്ങൾക്ക് ശേഷം രവിക്ക് വേണ്ടി അവൻ കൈകൾ കൂപ്പി. കണ്ണുകൾ ഇറുക്കി അടച്ചപ്പോൾ രവിയുടെ ചിരിക്കുന്ന മുഖം അവനു മുന്നിൽ തെളിഞ്ഞു. ഭഗവാനെ! അവൻ്റെ ശബ്ദം നേർത്തു വന്നിരുന്നു. ഉള്ളിൽ നിന്ന് ഉയർന്നു വന്ന വലിയൊരു തേങ്ങൽ അവൻ കടിച്ചമർത്തി. മുമ്പ് അമ്മയും ഏട്ടനും ഒന്നിച്ച് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. അവിടുത്തെ രീതികളെക്കുറിച്ചും ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചും എല്ലാം അവരാണ് നോക്കിയിരുന്നത്. അതൊന്നും ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ഏട്ടൻ എന്നെ വിട്ടു പോയതിനു ശേഷം ഒരമ്പലത്തിലും ഞാൻ പോയിട്ടില്ല. പിന്നീട് ഇതുവരെ ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല. വിളിക്കാൻ തോന്നിയിട്ടില്ല, അതാണ് സത്യം. പക്ഷേ ഇന്ന് ഞാൻ നിനക്ക് മുന്നിൽ തോറ്റുകൊണ്ടാണ് നിൽക്കുന്നത്. അവൻ തിരിച്ചു വരണം. എൻ്റെ രവി തിരിച്ചു വരണം. അവന് പകരം ഞാൻ എന്തു വേണമെങ്കിലും തരാൻ തയ്യാറാ. തിരുനടയിൽ നിന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചതിനു ശേഷം അവൻ വഴിപാട് കൗണ്ടറിലേക്ക് ചെന്നു. അവിടെ ഇരുന്നിരുന്ന ആളോട് രവിക്ക് വേണ്ടി എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചറിഞ്ഞ ശേഷം അതെല്ലാം റെസീറ്റാക്കി തിരുനടയിൽ കൊണ്ടുവച്ചു. തിരുനടയിൽ നിന്ന് പ്രാർത്ഥനയോടെ പോകാൻ തുടങ്ങിയ ദേവൻ പതിയെ പ്രദക്ഷിണ വഴിയിലേക്ക് ഇറങ്ങി. ചുറ്റമ്പലത്തിനുള്ളിലൂടെ നടക്കുമ്പോൾ തെക്കേ വശത്തെ ആൽത്തറയ്ക്കടുത്ത് വെച്ച് ഒരു കാഴ്ച അവൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഒരു മധ്യവയസ്കൻ തൻ്റെ വസ്ത്രങ്ങളെല്ലാം മാറ്റി ദേഹത്ത് നനവുള്ള മുണ്ടുമാത്രം ധരിച്ച് ക്ഷേത്രമുറ്റത്ത് വീണ് കിടന്നുരുളുന്നു. ശയന പ്രദക്ഷിണം. ആ കാഴ്ച കണ്ടതും ദേവൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് വിറപൂണ്ടു. അവൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരേ ഒരു ചിന്ത മാത്രം. രവിയെ തിരികെ ലഭിക്കാൻ താൻ എന്തു ചെയ്യണം? ആൽത്തറയിൽ കണ്ണുകളടച്ച് ജപമാല എണ്ണുന്ന ഒരു വൃദ്ധ സന്യാസി ഇരിക്കുന്നു. ദേവൻ പതുക്കെ അങ്ങോട്ട് ചെന്നു. അയാളുടെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ച് ദേവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു, സ്വാമി, ഈ ശയന പ്രദക്ഷിണം ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ഭഗവാൻ ഇഷ്ടാണോ? കണ്ണുകൾ തുറക്കാതെ തന്നെ സന്യാസി മന്ദഹസിച്ചു. മകനെ, അഹംഭാവത്തിൻ്റെ വലിയൊരു കോട്ടയാണ് ഓരോ മനുഷ്യൻ്റെയും ശരീരം. ആ കോട്ടയെ ഭഗവാന്റെ തിരുനടയിൽ വെച്ച് നിലംപരിശാക്കുന്നതാണ് ശയനപ്രദക്ഷിണം. സ്വന്തം ശരീരം തറയിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റേതെന്ന് കരുതിയതൊന്നുമല്ല, എല്ലാം അവിടുത്തെ പാദങ്ങളിലാണ് എന്ന് സമർപ്പിക്കുന്ന ഒരു വലിയ വിട്ടുകൊടുക്കലാണ്. മനസ്സിൻ്റെ കടുത്ത ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ ഇതിലും വലിയൊരു വഴിയില്ല. ദേവൻ്റെ കണ്ണുകളിൽ അപ്പോഴും രവിയുടെ ഓർമ്മകൾ തിളങ്ങി നിന്നിരുന്നു. എനിക്കെൻ്റെ പ്രിയപ്പെട്ട ഒരാളെ മരണത്തിന് വിട്ടുകൊടുക്കാതെ തിരികെ വേണം സ്വാമി. അതിന് ഞാൻ എന്തു ചെയ്യണം? സന്യാസി പതുക്കെ കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളിൽ ആഴമുള്ള ശാന്തത ഉണ്ടായിരുന്നു. ആദ്യം നിന്റെ ഉള്ളിലെ അഴുക്കുകൾ കഴുകി കളയുക. ക്ഷേത്രക്കുളത്തിൽ പോയി മുങ്ങി വരിക. ആ തണുത്ത വെള്ളം നിന്റെ ഈ അസ്ഥിരമായ മനസ്സിനെ ഒന്ന് തണുപ്പിക്കട്ടെ. എന്നിട്ട് പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി ആ പ്രദക്ഷിണം ചെയ്യുക. ഫലം ഭഗവാൻ നൽകിക്കോളും. സന്യാസിയുടെ വാക്കുകൾ ദേവനിൽ ഒരു പുതിയ ഉണർവ് നൽകി. അവൻ നേരെ ക്ഷേത്രക്കുളത്തിനടുത്തേക്ക് നടന്നു. ക്ഷേത്രക്കുളത്തിലെ തെളിനീരിൽ അവൻ്റെ കാലുകൾ പതിപ്പിച്ചു. തണുത്ത വെള്ളം ശരീരത്തിൽ തൊട്ടപ്പോൾ ഒരു നിമിഷം അവൻ താൻ പുതുതായി ജനിച്ചതുപോലെ തോന്നി. വെള്ളത്തിൽ മുങ്ങി നിവർന്നപ്പോൾ മനസ്സൽപ്പം തെളിഞ്ഞതുപോലെ. നനഞ്ഞ വസ്ത്രത്തോടെ ദേവൻ തിരികെ ക്ഷേത്രമുറ്റത്ത് വന്നു. ചുറ്റുമുള്ള ലോകം മറന്ന് ആർക്കും തന്നെ കാണാനില്ലെന്ന ഭാവത്തിൽ അവൻ പതുക്കെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ സാഷ്ടാംഗം വീണു. പിന്നീട് ആ തറയിൽ തൻ്റെ ശരീരം കിടത്തി ഉരുളാൻ തുടങ്ങി. ഓരോ തവണ ഉരുളുമ്പോഴും തൻ്റെ അഹങ്കാരവും രവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ആ മണ്ണിൽ അലിഞ്ഞു ചേരുന്നതായി അവന് തോന്നി. കഠിനമായ വെയിൽ പഴുത്ത കരിങ്കല്ലിൽ പതിച്ചിരുന്നുവെങ്കിലും ദേവൻ അതൊന്നും അറിഞ്ഞില്ല. അവൻ്റെ മനസ്സിൽ അപ്പോഴും രവിയുടെ മുഖം മാത്രമായിരുന്നു. വിയർപ്പും ഭക്തിയും ഒത്തുചേർന്നപ്പോൾ അവൻ പൂർണ്ണമായും തളർന്നു പോയിരുന്നു. ഒടുവിൽ അനങ്ങാൻ പോലും ആവാത്ത അവസ്ഥയിൽ ക്ഷീണിച്ച് തളർന്ന അവൻ കണ്ണുകളടച്ച് അവിടെ തന്നെ കിടന്നു. ആ നിമിഷം തണുത്തൊരു കരസ്പർശം തന്നിൽ പതിക്കുന്നതുപോലെ അവനു തോന്നി. ആരോ തന്നെ മുന്നോട്ടു നയിക്കാൻ ശ്രമിക്കുന്നതുപോലെ. പതിയെ അവൻ കണ്ണുകൾ തുറന്നു. തനിക്കരികിൽ ഗൗരി നിൽക്കുന്നത് കണ്ട് അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. ഗൗരി ശാന്തമായി ഒന്ന് ചിരിച്ചു. അവൾ ദേവനെ ശയനപ്രദക്ഷിണം പൂർത്തിയാക്കാൻ സഹായിച്ചു. ഇരുവരും ചേർന്ന് തിരുനടയിൽ നിന്ന് ഭക്തിപൂർവം പ്രാർത്ഥിച്ചു. ക്ഷേത്രനട വിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ദേവനൊന്ന് ആൽത്തറയിലേക്ക് നോക്കി.
ഗൗരിയോട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ സന്യാസിയുടെ അടുത്തേക്ക് നടന്നു. പേഴ്സിൽ നിന്ന് കുറച്ച് പണമെടുത്ത് സന്യാസിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, സ്വാമി, ഇത് വെച്ചോളൂ. സന്യാസി മന്ദഹസിച്ചു. മകനെ, അന്നന്നത്തെ ആഹാരം ഈ ഭഗവാൻ എനിക്ക് തരുന്നുണ്ട്. അതിൽ കൂടുതലായി ഒന്നും എനിക്ക് ആവശ്യമില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് കഷ്ടപ്പെടുന്ന ഒരുപാട് പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ആഹാരം നൽകാൻ സാധിച്ചാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പുണ്യം. അതുകൊണ്ട് ഈ തുക ക്ഷേത്ര ഭരണസമിതിയെ ഏൽപ്പിക്കൂ. എല്ലാ ആഴ്ചയും അവർ ഇവിടെ അന്നദാനം നടത്തുന്നുണ്ട്. ഈ പണം അതിനുപകരിക്കട്ടെ. അപ്പോഴേക്കും ഗൗരിയും അവരുടെ അരികിലെത്തിയിരുന്നു. സന്യാസി തുടർന്നു, ഒട്ടും ഭയപ്പെടേണ്ട. സന്തോഷവാർത്തയ്ക്കായി കാത്തിരുന്നോളൂ. അകന്നു പോയവരെല്ലാം തിരിച്ചു വരാൻ സമയമായി. ചേർത്ത് വയ്ക്കേണ്ടതിനെ മാത്രം ചേർത്ത് വയ്ക്കുക. ഇത്രയും പറഞ്ഞ ശേഷം സന്യാസി ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, കാലം കരുതിവച്ച കണക്കുകൾ തീർക്കാൻ സമയമായി. ഒഴുകുന്ന വഴിയിൽ പല തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും നദി ഒഴുകിയൊടുവിൽ കടലിൽ തന്നെ ചേരും. നീ ദീർഘസുമംഗലിയായി ഇരിക്കട്ടെ. ഈ വാക്കുകൾ കേട്ടതും ഗൗരി ദേവനെ ഒന്ന് നോക്കി. സന്യാസിയുടെ വാക്കുകൾ ഗൗരിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ ഗൗരവത്തിൽ സ്വാമിയെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, എത്തിപ്പെടേണ്ടടുത്ത് തന്നെയാ എത്തിച്ചേർന്നത്. അല്ല അല്ല എന്ന് പറഞ്ഞ് തല കുടഞ്ഞുകൊണ്ട് ഗൗരി അവിടുന്ന് വേഗത്തിൽ നടന്നുപോയി. ഗൗരി പോകുന്നതൊന്നു നോക്കി ദേവൻ സന്യാസിയോട് പറഞ്ഞു, ശരി സ്വാമി, നമുക്ക് പിന്നെ കാണാം. എൻ്റെ അനിയനെ എനിക്ക് തിരിച്ചു കിട്ടാനായി പ്രാർത്ഥിക്കണം. അത് പറഞ്ഞ് ദേവൻ ഗൗരിയുടെ പിന്നാലെ നടന്നു. വഴിപാട് കൗണ്ടറിനടുത്തെത്തിയപ്പോൾ അവൻ പറഞ്ഞു, നിക്ക്, ഞാൻ ഈ ക്യാഷ് കൗണ്ടറിൽ കൊടുത്തിട്ട് വരാം. ഗൗരി പതിയെ മുന്നോട്ട് നടന്നു. അവളുടെ മനസ്സിൽ സന്യാസി പറഞ്ഞ വാക്കുകൾ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. ഇല്ല, അത് പാടില്ല. എനിക്ക് മനുവേട്ടനെ ചതിക്കാനാവില്ല. എന്താ ഒരു വഴി? എങ്ങനെ ഞാൻ ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല. എന്നാൽ രവിയേട്ടൻ്റെ ഈ അവസ്ഥയിൽ സാറ് തകർന്നിരിക്കുക. അങ്ങനെ ഒരവസരത്തിൽ എല്ലാം പറയുന്നതും ശരിയല്ല. എങ്കിലും എത്രയും പെട്ടെന്ന് എല്ലാം തുറന്നു പറയണം എന്നും വിചാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ ദേവൻ പുറകെ വന്ന് ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ എത്തി? അവളൊരു ഞെട്ടലോടെ ദേവനെ നോക്കി. അത് സാറ് ഹോസ്പിറ്റലിലേക്കുള്ള വഴിയെ പോകാതെ തിരിഞ്ഞു പോരുന്നത് കണ്ടപ്പോൾ സാറ് എവിടെ പോവുമായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പുറകെ പോന്നു അല്ലേ? അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവനും ചിരിച്ചുകൊണ്ട് തലയൊന്നു കുടഞ്ഞു. എന്നിട്ട് ചുറ്റും നോക്കി. നീ കുറച്ചു നേരം ഇവിടെ നിൽക്ക്, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറട്ടെ. നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ദേവൻ കാറിൽ കയറി. ഗൗരി മാറിൽ കൈകൾ പിണച്ചു പിടിച്ച് മറ്റെവിടേക്കോ നോക്കിക്കൊണ്ട് നിന്നു. കാറിൻ്റെ ബ്ലാക്ക് ഗ്ലാസ്സിലൂടെ അകത്തേക്ക് കാണുന്നില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിലും ഗൗരി നോക്കുന്നുണ്ടോ എന്ന് ദേവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് ഡ്രസ്സ് മാറി. ഡ്രസ്സ് മാറിയതിന് ശേഷം നേരെ ഇരുന്ന അവൻ അവൾക്കായി ഡോർ തുറന്നു കൊടുത്തു. അവൾ കാറിൽ കയറി ഇരുന്നതിന് ശേഷം അവൻ കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ, എൻ്റെ ബാഗ്. ബാഗോ? ആ, ഓഫീസിൽ കൊണ്ടുപോകാനെടുത്ത ബാഗ് ഞാൻ അമ്പലത്തിൻ്റെ ക്യാഷ് കൗണ്ടറിനടുത്ത് വെച്ചിരുന്നു. വേഗം പോയി എടുത്തിട്ട് വാ. ദേവൻ ദേഷ്യപ്പെട്ടു. അവൾ കാറിൽ നിന്നിറങ്ങി ബാഗ് എടുക്കാനായി വേഗത്തിൽ പോയി. ഗൗരിയെ കാണാതെ അക്ഷമനായി കയ്യിലെ വാച്ചിലേക്ക് നോക്കി പരിഭ്രമത്തോടെ ഇരുന്നു. ഛെ, ഈ പെണ്ണ് എന്ന് പിറുപിറുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ വരുന്നത് കണ്ട് ദേവൻ കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. അവൾ ഓടിക്കിതച്ച് വന്ന് കാറിൽ കയറി. കാർ മുന്നോട്ടെടുത്തുകൊണ്ട് ദേവൻ ദേഷ്യത്തോടെ ചോദിച്ചു, കയ്യിലുള്ള ബാഗ് അവിടെ ഇവിടെ വെച്ച് ബോധമില്ലാതെ നടക്കുകയാണോ വേണ്ടത്? ടൈം എത്ര വേസ്റ്റായി. ഡീസൽ തീർന്ന വണ്ടി റോഡരികിൽ കിടക്കുന്നത് പോലെ കിടക്കുന്നത് കണ്ടപ്പോൾ തള്ളി തരണമെന്ന് തോന്നി. ബാഗ് കയ്യിൽ വെച്ച് തള്ളാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അതവിടെ ഒരു സൈഡിൽ വെച്ചത്. ആ സന്യാസിയുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് നടന്നപ്പോൾ ബാഗ് എടുക്കാൻ മറന്നുപോയി. ഞാൻ ബാഗ് അവിടെ വെച്ച് തള്ളി തന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ടാവും. അതിങ്ങനെ മേലനങ്ങി വല്ലതും ചെയ്ത് ശീലമുണ്ടെങ്കിലല്ലേ? അവളും ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞതിന് ശേഷം മുഖം വീർപ്പിച്ച് തിരിഞ്ഞിരുന്നു. അവളുടെ വാക്കുകൾ കേട്ട് അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. സമയം വൈകിയില്ലേ? ഇനി ഓഫീസിൽ പോകാൻ പറ്റുമോ? ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടാം, വീട്ടിലേക്ക് പോയിക്കോ. അയ്യോ, ഞാൻ ലീവ് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ തന്നെ പറയാതെ ലീവ് എടുത്തതിന് രാജീവേട്ടൻ നല്ല വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ബാഗിൽ നിന്ന് ഫോൺ കയ്യിലെടുത്ത് നോക്കി അവൾ പറഞ്ഞു. അയ്യോ, രാജീവേട്ടനും ദീപചേച്ചി ഒരുപാട് തവണ വിളിച്ചിരിക്കുന്നു. എന്തപ്പ അവരോട് പറയുക എന്നോർത്ത് അവൾ രാജീവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. രാജീവ് കോൾ അറ്റൻഡ് ചെയ്തതും ഗൗരി ദേവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി പരുങ്ങലോടെ ചിരിച്ച് വല്ലാതെ ക്ഷീണത്തോടെ പറഞ്ഞു, അത് രാജീവേട്ട,
ഇന്നലെ ബ്ലഡ് കൊടുത്തതുകൊണ്ടാ തോന്നുന്നു. വല്ലാതെ ക്ഷീണം. ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ. അവൾ അവൻ്റെ മുന്നിലിരുന്ന് കള്ളം പറയുന്നത് കേട്ട് ദേവൻ അതിശയത്തോടെ അവളെ ഒന്ന് നോക്കിയതിന് ശേഷം തലകുടഞ്ഞൊന്ന് ചിരിച്ചു. അവൾ ലീവ് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് ഫോൺ ബാഗിലെടുത്തു വച്ച ശേഷം ദേവൻ ചോദിച്ചു, നന്നായി കള്ളം പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ കൂടെ വന്നതിന് ശേഷാ ഞാൻ ഇങ്ങനെ കള്ളം പറയാൻ പഠിച്ചത് എന്ന് പറഞ്ഞ് അവൾ മുഖം തിരിച്ചിരുന്നു. അവൻ അവളെ നോക്കി വേദനയോടെ ഒന്ന് ചിരിച്ചു.